പശ്ചിമഘട്ടത്തെയും അവിടുത്തെ ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില നിർദ്ദേശങ്ങൾ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സമർപ്പിച്ചത് കേരളത്തിലുണ്ടാക്കിയ വലിയ തർക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പശ്ചിമഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന മലയോരത്തിൽ നിന്ന് മുഴുവൻ ജനങ്ങളെയും കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള വലിയ കുപ്രചരണങ്ങൾ ആ റിപ്പോർട്ടിൻ്റെ നിർദ്ദേശങ്ങളെ തുടർന്ന് കേരളത്തിൽ ഉയർന്നു വന്നു. വലിയ പ്രതിഷേധങ്ങളുണ്ടായി, സമരങ്ങളുണ്ടായി, ഇതൊക്കെ കണ്ടു. അത്രത്തോളം വരില്ലെങ്കിലും കേരള വനനിയമ ഭേദഗതി ബിൽ ക്യാബിനറ്റ് അംഗീകരിച്ചതിൻ്റെ തൊട്ട് പിറകെ കേരളത്തിൻ്റെ മലയോരത്ത് നിന്ന് ആളുകളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു എന്ന മട്ടിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. 1961 വനനിയമമാണ്, 1961 പ്രാബല്യത്തിൽ വന്ന വനനിയമമാണ്. ഇതിനു മുമ്പും പലവട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്, ഒരിക്കൽ കൂടി ഭേദഗതി ചെയ്യുന്നത്. ആ ഭേദഗതിയുടെ ലക്ഷ്യമായി ആ ബില്ലിൽ പറയുന്നത് വനത്തിലേക്ക് ഈ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുക, അതുപോലെ നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ മീൻപിടുത്തവും മറ്റും നടക്കുന്നത് തടയുക, അതുപോലെ മറ്റ് പോച്ചിങ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ, അനധികൃതമായ വനത്തിൽ കടന്നു കയറൽ തുടങ്ങിയ കുറ്റങ്ങൾക്ക് നിലവിലുള്ള പിഴശിക്ഷ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് ആ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. അതിനൊപ്പം ഈ വനം വകുപ്പിൻ്റെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരം നൽകുന്നു. ചില അധികാരങ്ങൾ നേരത്തെ ഉയർന്ന തലങ്ങളിലുണ്ടായിരുന്ന താഴെ തലങ്ങളിലേക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇത് ഉദ്യോഗസ്ഥർക്ക് അമിതമായ അധികാരം നൽകലാണ്. ആളുകളെ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം നൽകുന്നു. ഇങ്ങനെയുള്ള വിമർശനങ്ങളുമുണ്ട്. അമിതാധികാര പ്രയോഗത്തിനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നു എന്ന വിമർശനം ഒരു പക്ഷേ സാധുവാണ് എന്ന് പറയാം. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് വനനിയമ ഭേദഗതി ബില്ലിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച്, അതിനെതിരെ വരുന്ന വിമർശനങ്ങളെക്കുറിച്ച് ഒക്കെ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ TV സജീവനാണ്. അദ്ദേഹം പരിസ്ഥിതി ഗവേഷകനാണ്, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് കൂടിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ആദ്യം തന്നെ ഈ ഒരു നിയമ ഭേദഗതി, ഇങ്ങനെ ഒരു നിയമ ഭേദഗതി ആവശ്യമായി വരുന്ന സാഹചര്യം എന്താണ്? ഇത് വളരെ അനിവാര്യമായ ഒരു നിയമ ഭേദഗതിയാണോ? തീർച്ചയായും. കാരണം നിയമങ്ങളുടെ കാര്യത്തിൽ എടുത്താൽ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയത്തിന് ശേഷം ദീർഘകാലം ഒരു നിയമം നടപ്പിലാക്കുന്ന സമയത്ത് നേരിടുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട്, പുതുതായിട്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ ശരിയായ തോതിൽ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പഴയ നിയമത്തിന് സാധ്യമാവുണ്ടാവില്ല. അതിൽ ഭേദഗതികൾ വരുത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ വന്നിട്ടുള്ള ഒരു മാറ്റം അതിന്റെ ഒരു കാതലായിട്ടുള്ള മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വളരെ വളരെ മിനിമൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒന്ന്, ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാം, ഒരു ഒഫൻസ് നടന്നാൽ ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ള സ്കോപ്പ് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്, അതിന്റെ ഡെഫിനിഷനിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു മാറ്റം പുഴകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് കാടിനകത്ത് ഒഴുകുന്ന പുഴ മാത്രമല്ല, കാട്ടിലേക്ക് വന്നു ചേരുന്ന പുഴകളിലെ കാര്യം കൂടി ഫോറസ്റ്റ് ഓഫീസേഴ്സിന് നോക്കാം എന്നുള്ള മൂന്നാമത്തെ ഒരു കാര്യം. മറ്റൊന്ന്, വിവിധ തട്ടുകളിലായിട്ട് പെനാൽറ്റീസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പെനാൽറ്റിയൊക്കെ വളരെ ചെറിയ പെനാൽറ്റി ആയിരുന്നു നേരത്തെ. ഇന്നിപ്പോ സാഹചര്യം അനുസരിച്ച് സ്വാഭാവികമായിട്ട് പെനാൽറ്റി വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒഫൻസ് നടത്തി കഴിഞ്ഞാൽ ചെറിയ 1000 രൂപ കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോകാമെങ്കിൽ അത് സത്യത്തിൽ ആ പെനാൽറ്റി ചെയ്യാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം കൂടിയാണ്. ചെറിയ പൈസയുള്ളൂ. അപ്പം ഒരിക്കലും പെനാൽറ്റി ഒരു അവരതിനോട് തടയുന്ന ഒരു ഫാക്ടർ ആവണമെന്നുണ്ടെങ്കിൽ പുതിയ കാലം അനുസരിച്ചിട്ട് പെനാൽറ്റി മാറേണ്ട ആവശ്യമാണ്. അപ്പൊ അത്തരത്തിലുള്ള വളരെ മിനിമൽ ചേഞ്ചസ് ഇതിനകത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ആവശ്യമുള്ള മാറ്റങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് പറയുമ്പോൾ ഈ മാലിന്യങ്ങൾ, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് നിയമത്തിൻ്റെ ഭേദഗതി ബില്ലിൻ്റെ അവസാനം അതിൻ്റെ ഒബ്ജക്റ്റീവ്സായിട്ട് പറയുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഈ കാടുകളിലേക്ക് കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നു. ആളുകൾ അവിടെ കൊണ്ട് എറിഞ്ഞിട്ട് പോകുന്ന പ്രവണത കൂടുതലായിട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കാടുകളിലേക്ക് എത്തുന്നു, പുഴകളിലൂടെയും മറ്റും ഒഴുകിയെത്തുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിന് പാകത്തിലുള്ള വ്യവസ്ഥകൾ കൊണ്ടുവരണം. ഇത് ഇത്രത്തോളം വലിയൊരു ഇഷ്യൂ ആയി മാറിയിട്ടുണ്ടോ? അതിപ്പോഴാണോ നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്? ഇത് എനിക്ക് പഴയൊരു സംഭവം ഓർമ്മ വരുന്നത്. ഞാൻ പണ്ട് റിസർച്ച് ചെയ്തിരുന്നൊരു കാലത്ത് ഞാൻ നിലമ്പൂരായിരുന്നു റിസർച്ച് ചെയ്തിരുന്നത്. നിലമ്പൂര് ടൗണുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മാലിന്യ പ്രശ്നം വളരെ ഗുരുതരമായ സമയത്ത് അന്ന്
നിലമ്പൂരിന്റെ MLA വളരെ കൃത്യമായിട്ട് റവന്യൂ അവിടുത്തെ ഉള്ള ടൗൺ ഓഫീസേഴ്സിന് നിർദ്ദേശം കൊടുത്തു. അതിനെന്താ കുഴപ്പം? അത് കാട്ടിക്കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. ചുറ്റും നിലമ്പൂർ ടൗണിന് ചുറ്റും പല സ്ഥലത്തായിട്ട് കാടുകളുണ്ട്, അത് കാട്ടിക്കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. അങ്ങനെ ട്രക്കുകൾ നേരെ കാട്ടിലേക്ക് വരികയും കാട്ടിൽ ഈ വേസ്റ്റ് ഡംപ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അന്നൊക്കെ ഞാനും എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇത് എന്തൊരു അക്രമമാണ് എന്നുള്ള നിലയ്ക്ക് പോയിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ അവര് ഇതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ വെച്ചാൽ അത് കാടല്ലേ, പിന്നെന്താ കുഴപ്പം എന്നുള്ള നിലക്കാണ്. അപ്പം എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെൻസിബിലിറ്റി തന്നെ പല രീതിയിൽ കുറയുന്ന ഒരു അവസ്ഥയുണ്ട്. കാട്ടിൽ എന്തോ ആവാം, കാട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളും, നാടാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ളൊരു തോന്നലിന്റെ പുറത്താണ്. പുഴകളുമായിട്ട് ബന്ധപ്പെട്ട് മാലിന്യ നിർമ്മാർജ്ജനമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം നോക്കുമ്പോൾ സത്യത്തിൽ കാട്ടിലായാലും നാട്ടിലായാലും ശുദ്ധജല ഒഴുകുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ മാലിന്യ വിമുക്തം ആവേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ വെള്ളത്തെയാണ് നമ്മൾ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കുന്നത്. അതില് മാലിന്യം കലരാതിരിക്കുക എന്നുള്ളത് കാട്ടിൽ മാത്രമല്ല നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ നാട്ടിൽ നമ്മൾ ആ കാര്യത്തിൽ വലിയ തോതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കളമശ്ശേരിയിലൊക്കെ കഥ നമുക്കറിയാം. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അങ്ങനെ തന്നെ കളമശ്ശേരിയിലേക്ക് വരുന്നു. വലിയ തോതില് പുഴയില് വെള്ളത്തിന്റെ നിറം തന്നെ മാറിപ്പോകുന്നുണ്ട്. മത്സ്യങ്ങളെ കൂട്ടത്തോടെ ചത്തു പൊങ്ങുന്നുണ്ട്. എന്നിട്ട് പോലും നാട്ടിൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാനായിട്ട് ഇതുവരെ സാധ്യമായിട്ടില്ലേ. ബണ്ടൊക്കെ തുറക്കുന്ന സമയത്ത് കറുത്ത നിറത്തിലുള്ള വെള്ളമാണ് ഒഴുകി വരുന്നത്. ഇതേ വെള്ളം തന്നെയാണ് മനുഷ്യർ കുടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് പോലും നമുക്കൊരു തിരുത്തൽ വരാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇപ്പൊ കാട്ടിന്റെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാടിന്റെ ഏരിയ അതിന്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം വേലി കെട്ടി തിരിച്ച് കാട് സംരക്ഷിക്കാൻ നമുക്കാവില്ല. അതിലേക്ക് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും അവിടെ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളെയും ബാധിക്കുന്നതാണ്. അത് ജന്തുക്കൾ മാത്രമല്ല സസ്യങ്ങളെ അടക്കം ബാധിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കാട് സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു അതിർത്തിക്കുള്ളിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, അത് അതിലേക്ക് വന്നു ചേരുന്ന വസ്തുക്കളും കൂടി നോക്കേണ്ട ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും മാലിന്യങ്ങൾ കാട്ടിലേക്ക് എത്തുന്ന ഒരു വഴി കാട്ടിലേക്ക് ഒഴുകി എത്തുന്ന പുഴകളാണ്. അതുകൊണ്ട് ആ പുഴയിൽ മാലിന്യങ്ങൾ ഇല്ലാതെ നോക്കേണ്ട ഉത്തരവാദിത്വം വനവകുപ്പിനെ ഏൽപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രതിഷേധം എന്താ വെച്ച് കഴിഞ്ഞാല് കാട് മാനേജ് ചെയ്യേണ്ട ആളുകൾ കാട് മാത്രമല്ല അവർ കാട്ടിനെ പുറത്തിറങ്ങി പുഴയും മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അത് അമിതാധികാര പ്രയോഗമാണ് എന്നുള്ള നിലക്കാണ് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം വരുന്നത്. റൈറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ ആളുകളുടെ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ കാട്ടിൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്ന പുഴ സംരക്ഷിക്കാൻ വനംവകുപ്പ് നടപടിയെടുക്കുന്നത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പുറത്തുള്ള പുഴയുടെ കാര്യം കൂടി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ നോക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പലതരത്തിലുള്ള ആശങ്കകളുണ്ടാവും. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് പലതരത്തിൽ പുഴയെ ആശ്രയിക്കുന്നവരുണ്ടാവും. അതൊക്കെ നിയന്ത്രിക്കപ്പെടുമോ? സാധാരണ നിലയ്ക്ക് നടത്തുന്ന മീൻപിടുത്തങ്ങളുണ്ടാവും, അതൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ആശങ്കകളുണ്ടാവും. അത്തരം ആശങ്കകളൊക്കെ പരിഹരിക്കുക എന്നുള്ളൊരു കാര്യവും കൂടി ഇല്ലേ ഇതിനകത്ത്? സത്യത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള ആക്ടിവിറ്റീസിനകത്ത് നിയന്ത്രിക്കപ്പെടാൻ പോകുന്നത് മാലിന്യം പുഴയിലെത്തിക്കുക എന്നുള്ള പോസ്റ്റ് മാത്രമാണ്. അത് ഒഴിച്ച് ബാക്കി കാര്യങ്ങളൊന്നും തന്നെ നിയന്ത്രിക്കപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. ഉദാഹരണത്തിന് മത്സ്യബന്ധനം പല രീതിയിൽ ചെയ്യാം. ഇപ്പോ ഈ നിയമ ഭേദഗതിയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്താ വെച്ചാല് പുഴയിൽ വിഷം കലർത്തിയിട്ടോ അതല്ലെങ്കിൽ ഇലക്ട്രിക്യൂട്ട് ചെയ്തിട്ടോ ഉള്ള മത്സ്യബന്ധനം തടയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വിഷം ഉപയോഗിക്കുന്ന സമയത്ത് ഇലക്ട്രിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന മത്സ്യങ്ങൾ മാത്രമല്ല എല്ലാം ആ പ്രദേശത്ത് അത് അഫക്റ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള മുഴുവൻ മത്സ്യങ്ങളുമാണ് ചത്തുപൊങ്ങുക. അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്തിട്ട് നമ്മൾ പോരുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായിട്ടും അത് തിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. സത്യത്തിൽ കാടിനകത്ത് മാത്രമല്ല കാട്ടിന് പുറത്തുള്ള നദികളിലും സാമാന്യ ജനങ്ങള് അതാത് സ്ഥലത്തുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ചേർന്നിട്ട് കൂടി മറ്റു സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉള്ള സമയത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. കാട്ടിനകത്തെങ്കിലും അങ്ങനത്തെ തരത്തിലുള്ള നിയമം വരുന്നതിൽ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്കിലും ആ തരത്തിലൊരു മുൻകൈ എടുക്കുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. ഡോക്ടർ ടി വി സജീവൻ, അവിടെ ഒരു കാര്യം, ഇപ്പോൾ പുഴ സംരക്ഷണത്തിന് നേരത്തെ ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ സംസ്ഥാനത്ത് നിയമമുണ്ട്. പുഴകളിൽ മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയാൽ പിഴ ശിക്ഷിക്കാനൊക്കെ വകുപ്പുകൾ ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ അതുണ്ടായിരിക്കെ ഈ വനംവകുപ്പ് വേറൊരു നിയമം കൊണ്ടുവരേണ്ടതുണ്ടോ അല്ലെങ്കിൽ വനനിയമ ഭേദഗതി ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമുക്ക് എന്താണ് മറ്റു വകുപ്പുകളും വനം വകുപ്പും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ് എന്നുകൂടി പറഞ്ഞാലേ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും. നമുക്കറിയുന്ന പോലെ തന്നെ വനം വകുപ്പ് ഒരു കൊളോണിയൽ സമയത്ത് രൂപീകരിക്കപ്പെട്ട വകുപ്പാണ്. മാത്രമല്ല അത് കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. കേരളത്തിന് മാത്രമായിട്ട് പല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാരിന്റെ അനുവാദം കൂടി ഉണ്ടെങ്കിലേ പല തീരുമാനങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല അത് നാട്ടിലെ ജനങ്ങളുമായിട്ട് പലപ്പോഴും വഴക്ക് കൂടേണ്ട, എതിരിടേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പലപ്പോഴും അത് നിൽക്കാറുണ്ട്. അതിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് മലയോര മേഖലയില് കാടിനോട് ചേർന്ന് മനുഷ്യർ ജീവിക്കുന്ന പ്രദേശങ്ങളില് ഇടപെടുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അങ്ങോട്ടേക്കൊന്നും റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെയോ കൃഷി വകുപ്പിന്റെയോ അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറിന്റെയോ നോട്ടം പോലും എത്തൂല. അവിടെ ഏതെങ്കിലും തരത്തില് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ ഒരു ഒഫൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന, പ്രോസസ് ചെയ്യുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പാണ്. സത്യത്തിൽ ഈ തരത്തിലുള്ള നിയമങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഈ കാടുകളൊന്നും ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ഇതൊക്കെ പണ്ടേ ഇല്ലാതായി പോകേണ്ടതാണ്. ഇത് വനംവകുപ്പ് ഒരു പ്രത്യേക സ്റ്റേച്ചറിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അതൊരു കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ടും ദേശീയ തലത്തിലുള്ള നിയമങ്ങൾ ബാധകമായതുകൊണ്ടും ഉദ്യോഗസ്ഥർ തന്നെ ദേശീയ തലത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥർ അതിന്റെ മേൽ ഓഫീസേഴ്സ് ആയിട്ടൊക്കെ ഉള്ളതിന്റെ ഒരു കാരണം കൊണ്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നിൽക്കുന്നത്. അത് സംരക്ഷിക്കുന്ന റിസോഴ്സ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്താ വെച്ച് കഴിഞ്ഞാല് ഈ വനംവകുപ്പും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്നിട്ട് സംരക്ഷിക്കുന്ന ഈ കാട് എന്ന് പറയുന്ന ഒരു ആവാസ വ്യവസ്ഥ ഇത് സത്യത്തിൽ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ജോലിയാണ്. ഇവിടെ ജീവിക്കുന്ന സാധാരണ മനുഷ്യന്റെ ശുദ്ധവായുവും ശുദ്ധജലവും ശുദ്ധമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയും കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ വരാതെ നോക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള നമുക്ക് ആവശ്യമുള്ള ഒരു റിസോഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അല്ലാതെ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യമല്ല, അല്ലെങ്കിൽ ഒരു വകുപ്പിന്റെ താല്പര്യമല്ല. ആ നിലക്കുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ സംസാരം തുടങ്ങുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ച പോലെ ഏത് തരത്തിലുള്ള നിയന്ത്രണം വനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും അതിനെ നെഗേറ്റ് ചെയ്യുന്ന, അതിനെ വേണ്ടാന്ന് പറയുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരു പരിസ്ഥിതിക്ക് പൂർണ്ണമായി വിരുദ്ധമായിട്ടുള്ള ഒരു സെൻസിബിലിറ്റി കേരളത്തിൽ വളർന്നു വരുന്നത് വളരെ ഭയത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റുള്ളൂ. റൈറ്റ്. ഇതിലിപ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അമിതാധികാരം ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ഈ മജിസ്ട്രേറ്റിൻ്റെ അനുമതിയോ വാറണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വരെയുള്ള ആളുകൾക്ക് അറസ്റ്റിന് അധികാരം നൽകുന്നു അത് ഈ അധികാരം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ആക്ഷേപം ഒരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് ഈ ബില്ലിൽ അത് വിശദീകരിക്കുന്നത് ഈ മിക്കവാറും കുറ്റകൃത്യങ്ങളൊക്കെ നടക്കുന്നത് കാടിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടെ പരിശോധനയ്ക്ക് പോകുന്ന ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റിന് അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ ഈ നിയമലംഘനം നടത്തുന്ന ആളുകൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട്. അത് പരിഹരിക്കാനുള്ള ലക്ഷ്യം എന്ന് നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ അമിതാധികാര പ്രയോഗത്തിനുള്ളൊരു സാധ്യത, ഈ അറസ്റ്റിനൊക്കെയുള്ള അധികാരം താഴെത്തലേക്ക് കൊടുക്കുമ്പോൾ അതുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള വിമർശനം, അത് വസ്തുതയല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചെറിയ ഒരു താരതമ്യം നമുക്ക് നടത്തി നോക്കാം. നമ്മള് ഒരു ഉദ്യോഗസ്ഥൻ അത് ഏത് തട്ടിലും ആയിക്കോട്ടെ, ഇപ്പം DFO മുതൽ റേഞ്ചർ ഓഫീസറോ അല്ലെങ്കിൽ ഫോറസ്റ്ററോ അല്ലെങ്കിൽ ഗാർഡോ, ഏത് തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു നിയമം നടപ്പിലാക്കുന്നത് കൃത്യമായിട്ടുള്ള ചില ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ടാണ്. അപ്പോൾ അത് ഒരു ആവശ്യമില്ലാത്ത ഭയമാണ്. അതായത് ഏതൊരു ഉദ്യോഗസ്ഥനും, അത് റേഞ്ചർ ഓഫീസർ ആയാലും ഗാർഡ് ആയാലും ഒക്കെ തന്നെ, അവരൊരു അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യമായിട്ടും അവർക്ക് പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ഫലത്തിൽ ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം, വനംവകുപ്പിനെ ഒറ്റപ്പെടുത്തുകയും വനംവകുപ്പിനെ വലിയ തോതിൽ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വനംവകുപ്പ് ഓഫീസ് അടിച്ചു പൊളിക്കുക, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള സമരമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസർ കത്തിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വലിയ തോതിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, കാട് തന്നെ കത്തിച്ചിട്ടുണ്ട്. അപ്പോ കാടിനോടുള്ള നമ്മുടെ നിലപാട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ മാറുന്നുണ്ട്. അതിന്റെ ഒരു ലക്ഷണമായിട്ട് വേണം വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു നിയമ ഭേദഗതിയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തില്, അതിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു ആശയ രൂപീകരണം ഉണ്ടാവുന്നത് വളരെ ഭയത്തോടുകൂടി മാത്രമേ നോക്കിക്കാണാൻ പറ്റൂ. റൈറ്റ്. ഒരു കാര്യം കൂടെ, ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്ന ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന, അത് സീസ് ചെയ്യാനുള്ള അധികാരം, അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് നിയമവിധേയമാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള ചുമതല
ആരുടെ കൈവശമാണോ ഉണ്ടായിരുന്നത് അയാളുടെ ഉത്തരവാദിത്തമാക്കുന്ന വ്യവസ്ഥ, ഇതൊക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലയോരത്ത് താമസിക്കുന്ന മനുഷ്യരുടെ വീടുകളിൽ ഏത് നേരത്തും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കയറി പരിശോധന നടത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് എന്നൊക്കെയാണ് വിമർശിക്കപ്പെടുന്നത്. അതോടുകൂടി ഈ ജനങ്ങൾ അവിടെ നിന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വരും എന്നുള്ള മട്ടിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ അവിടുത്തെ MLA തന്നെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, മലയോരത്ത് താമസിക്കുന്ന 1 കോടിയിലധികം വരുന്ന ജനങ്ങൾ കുടിയൊഴിയേണ്ടി വരും, ഇത് മനുഷ്യരെ ആകെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമഭേദഗതി കൊണ്ടുവരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്തരം ഈ ഫോറസ്റ്റ് പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലയോരത്ത് അടുത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെ കൈവശമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വലിയ തോതിൽ ഈ ഉദ്യോഗസ്ഥരും ജനങ്ങളും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ പാകത്തിലുള്ളൊരു വ്യവസ്ഥയായിട്ട് മാറും. ഇന്ത്യൻ ഭരണഘടന വളരെ സൂക്ഷ്മതയോടെ വായിച്ചു കഴിഞ്ഞാൽ IPC സെക്ഷൻസ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ എവിടെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിന് വിധേയനാണ്. വേണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ താമസിക്കുന്ന എൻ്റെ വീട്ടിലും താങ്കളുടെ വീട്ടിലും ഉദ്യോഗസ്ഥർക്ക് വരാം, പരിശോധന നടത്താം. അതിനുള്ള പ്രൊവിഷൻസ് ധാരാളമായിട്ട് അവൈലബിൾ ആയ ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊന്ന്, മലയോര മേഖലയ്ക്ക് മാത്രമായിട്ട് അവിടുന്ന് മനുഷ്യർ കുടിയൊഴിഞ്ഞു പോകണം എന്നുള്ളൊരു വാദം എത്ര നാൾ മുന്നേ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ മലയോര മേഖലയിൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഗാർഗ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടല്ലല്ലോ, ഇപ്പോൾ കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ടും അല്ല. പിന്നെ എന്തുകൊണ്ടാണ് അവർ തിരിച്ചു പോകുന്നത്? പുതിയ തലമുറ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും വന നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടോ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ല, അത് മറ്റു പല സാമൂഹ്യ കാരണങ്ങൾ കൊണ്ടാണ്. പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ, അവരുടെ കണക്ടിവിറ്റി, അവർക്കുള്ള ആക്സസിബിലിറ്റി, ഇങ്ങനെയുള്ള പല കാരണങ്ങളുകൊണ്ട് റിവേഴ്സ് മൈഗ്രേഷൻ കേരളത്തിൽ നടക്കുന്നുണ്ട്. കാരണം ഇവരെ അല്ല. മാത്രമല്ല, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കാടിനോട് ചേർന്ന പ്രദേശത്ത് ഒരു തരത്തിലുള്ള ഭരണ സംവിധാനവും ആവശ്യമില്ല എന്നുള്ള തരത്തിലൊരു വാദം തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് കോഴിക്കോട് ബിഷപ്പ് പറഞ്ഞത്, ഈ നിലയ്ക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഞങ്ങളങ്ങ് ഏറ്റെടുക്കും, ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് എന്നൊരു ബിഷപ്പ് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി, ഇത് തന്നെയാണല്ലോ ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ വ്യത്യാസം? ഇത് രണ്ടും ഒരേ വാക്കുകളാണ് പറയുന്നത്. അപ്പോ ഇത് ആ നിലക്കുള്ള അമിതാധികാര പ്രയോഗം നടത്തുന്ന സംഘടനകളുണ്ട്, മതങ്ങളുണ്ട്, മതസംഘടനകളുണ്ട്. അവര് വളരെ തീവ്രമായിട്ട് ആക്രമിക്കുന്ന ഏക വകുപ്പ് എന്ന് പറയുന്നത് വനംവകുപ്പാണ്. സാധാരണ മനുഷ്യർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഈ വനം എന്ന് പറയുന്ന ഒരു വിഭവം വനംവകുപ്പിന്റെ മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വിഭവം അല്ലല്ലോ. അത് ഇവിടെയുള്ള മുഴുവൻ മനുഷ്യർക്കും ശുദ്ധവായുവും ശുദ്ധജലവും ധാരാളം തരത്തിലുള്ള പ്രകൃതി വിഭവങ്ങളും കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വിഭവത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. മറിച്ച് ആ വിഭവത്തെ സംരക്ഷിക്കാനായിട്ട് ആവശ്യമായിട്ട് അവരെടുക്കുന്ന നിലപാടുകളെ പൂർണ്ണ മനസ്സോടുകൂടി അതിനോടൊപ്പം നിൽക്കുകയും ഈ വിഭവത്തെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് കൂടി കൈത്താങ്ങായിട്ട് കൊടുക്കുകയും ചെയ്യാന്നുള്ള ഒരു രീതിയിൽ നിൽക്കുക എന്നുള്ളതാണ് പൊതുസമൂഹം ചെയ്യേണ്ടത്. കാരണം അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഇങ്ങനെ സംരക്ഷിക്കപ്പെടേണ്ട, അതായത് എല്ലാ മനുഷ്യർക്കുമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ട ഈ വനത്തെ അല്ലെങ്കിൽ വനവിഭവങ്ങളെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നത് അതിൻ്റെ പാർശ്വങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ മാത്രമാണ്. അവർ മാത്രമാണ് ഇതിനു വേണ്ടി പേ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെയുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിമർശനം കൂടെ ഇവരുന്നയിക്കുന്നുണ്ട്. താമസിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കാടിന് തൊട്ട് പുറത്ത് താമസിക്കുന്നതല്ല, കാടിന്റെ ഉള്ളിൽ താമസിക്കുന്ന മനുഷ്യർ, കേരളത്തിലെ ആദിമ നിവാസികൾ, അവരുടെ നിലപാട് എന്താണ്? അവർ കാട്ടിനകത്താണ്, മുഴുവൻ സമയം കാട്ടിനകത്ത് താമസിക്കുന്നവരാണ്. പുറത്ത് താമസിക്കുന്നവരെ പോലെ കുറച്ച് സമയം താമസിക്കുന്നവരോ അല്ലെങ്കിൽ കാടിന്റെ പുറത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്നവരല്ല. അവരെങ്ങനെയാണ് കാടിനെ കാണുക? കാട് എന്ന് പറയുന്നത് നാടല്ല, അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. അവിടെ ധാരാളം ജീവജാലങ്ങളോടൊപ്പം അവരുടെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട്, അതിനോടൊപ്പം നമ്മുടെ രീതികളെ കൂടി കണ്ണു ചേർത്തുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പാരസ്പര്യത്തോടുകൂടി മാത്രം ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കാടും കാടിനോട് ചേർന്ന സ്ഥലങ്ങളും. അവിടെ നമുക്ക് നഗരങ്ങളിൽ ജീവിക്കുന്ന പോലെ അവിടെ ജീവിക്കാനായിട്ട് ആവില്ല. ആ തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അത് ആദ്യ തലമുറകൾക്കൊക്കെ അത് ഉണ്ടായിരുന്നു.
ഇപ്പൊ ധാരാളമായ സമയത്ത് അവർ നെൽകൃഷി ചെയ്യുകയും രാത്രിയൊക്കെ അതിന് കാവൽ കിടക്കുകയും ആനക്കൂട്ടങ്ങൾ വരുന്ന സമയത്ത് പാട്ടക്കുട്ടിയെ അതിനെ മാറ്റുകയും ആനയ്ക്കും അത് മനസ്സിലാവും അത് അങ്ങോട്ട് പോകുന്നത് ശരിയല്ല, അവർക്ക് അത് ഇഷ്ടാവില്ല, അവർ മാറിപ്പോവുകയും ചെയ്യുന്ന തരത്തിലുള്ള സഹവർത്തിത്വത്തിന്റെ ധാരാളം മാതൃകകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഇത് അതിൽ നിന്ന് മാറി നമ്മൾ അവരെ വെടിവെക്കുകയും പടക്കം പൊട്ടിച്ചെറിയുകയും അവരെ കൊല്ലാനായിട്ട് കെണികൾ ഒരുക്കുകയൊക്കെ ചെയ്യുന്ന തരത്തില് അവർക്ക് നമ്മുടെ സ്വഭാവം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും അവരുടെ സ്വഭാവവും മാറും. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ എന്റെ ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട് 90കളുടെ ആദ്യകാലത്ത് കാട്ടിൽ പോകുന്ന സമയത്ത് ആനക്കൂട്ടങ്ങൾ ഉണ്ടാവും, അവരവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, നമ്മൾ അപ്പുറത്തെ വശത്ത് നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവും, അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ തിരിച്ച് നമ്മുടെ ഇത് കഴിഞ്ഞാൽ അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടാവും, തിരിച്ച് അവരും നമ്മളെ ഉപദ്രവിക്കാതിരിക്കുന്നുണ്ടാവും. ആ കാലം മാറിക്കഴിഞ്ഞു. ഇന്നിപ്പോ അങ്ങനെ പറ്റില്ല. ഇന്ന് കാട്ടിൽ അവര് നമ്മളെ കണ്ടാല് ഇങ്ങോട്ട് വരുന്ന ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അവരുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടായി. ഈ മാറ്റം ഉണ്ടാവാൻ കാരണം നമ്മൾ അവരോട് ചെയ്ത വലിയ തോതിലുള്ള ക്രൂരതകളാണ്. അപ്പോ അതിന് തിരിച്ചു പിടിക്കുക എന്നല്ലാതെ കാടിനോടൊപ്പം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഭവത്തെ സംരക്ഷിക്കുന്ന സമയത്ത് അതിനോട് സെൻസിബിൾ ആവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് കൂടുതലായി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിൻപുറങ്ങളിലേക്ക് വനവിസ്തൃതി വർദ്ധിക്കുക, കൂടുതൽ വന്യമൃഗങ്ങൾ നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുക, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുക, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് കൂടുക, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോവുക ഈ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ. ഇതാണ് വേറൊരു വ്യാഖ്യാനമുള്ളത്. ഇതിനകത്ത് ഒരു ഒറ്റ മൃഗം പോലും കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതെ നോക്കുക എന്നുള്ളത് അസംഭാവ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾ തന്നെ പ്രവർത്തി. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ജീവി, ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാവുന്നത് കേരളത്തിലെ ഏത് വന്യജീവിയാണ് എന്ന് ചോദിച്ചാല് അത് പുലിയല്ല, ആനയല്ല, കടുവയല്ല, കരടിയല്ല, കാട്ടുപന്നിയല്ല, അത് പാമ്പാണ്. ഈ പാമ്പ് കാട്ടിൽ മാത്രമല്ല നാട്ടിലും ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ മനുഷ്യൻ മരിക്കുന്ന പാമ്പ് കടി കാരണമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്തിട്ടുള്ളത്? ഇന്നിപ്പോ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 3-4 വർഷം മുന്നേ ഒക്കെ ഒരു വീട്ടിലൊരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലുക എന്നുള്ള ഒറ്റ ഓപ്ഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല. ഇന്ന് എല്ലാ ജില്ലകളിലും ട്രെയിൻഡ് ആയിട്ടുള്ള റെസ്ക്യൂവേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ നമ്പേഴ്സ് വ്യാപകമായിട്ട് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്റെയോ നിങ്ങളുടെ വീട്ടിനകത്തൊരു പാമ്പ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേർന്നൊരു പാമ്പ് വന്നാൽ ആകെ ചെയ്യേണ്ട ഒരു കാര്യം അത് ആ നമ്പറിൽ വിളിക്കുക എന്നുള്ളതാണ്. അവർ വരും, അതാണ് ഏറ്റവും സേഫ് ആയിട്ട് അതിനെ എടുക്കുകയും അത് കൊണ്ടുപോവുകയും ചെയ്യും. വളരെ വലിയ ഒരു കുറവാണ് പാമ്പ് കടി ഏറ്റു മരിക്കുന്ന കാര്യത്തിൽ ഇന്നിപ്പോ കേരളത്തിൽ വന്നിട്ടുള്ളത്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇനി മറ്റു ജീവികളിലേക്ക് വരാം. കാട്ടുപന്നിയുടെ കേസ് എടുത്താൽ ഞാൻ പറയാം, കാട്ടുപന്നിയെ നമ്മൾ കാട്ടിൽ നിന്ന് ക്ഷണിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന പോലെയാണ് അവസ്ഥ. കാരണം കാട്ടിനകത്ത് അവർ നേരിടുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. അവരെ കുഞ്ഞുങ്ങളെ കുറുക്കൻ തിന്നാം, ചെന്നായി പിടിക്കാം, അല്ലെങ്കിൽ പുലി പിടിക്കാം, ഭീഷണികളുണ്ട്, ഭക്ഷണം കണ്ടെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം വളരെ മോശമായതുകൊണ്ട് ധാരാളമായിട്ട് അവർക്ക് ഭക്ഷണം റോഡരികിൽ നിന്ന് തന്നെ കിട്ടും. ഫാമുകളുണ്ട്, കോഴി ഫാമുകളുണ്ട്, പന്നി ഫാമുകളുണ്ട്, അവിടെയൊക്കെ ധാരാളം വേസ്റ്റ് അവർക്ക് കിട്ടും. അവർക്ക് ഒളിച്ച് താമസിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. റബ്ബറിന്റെ വില കുറഞ്ഞോടുകൂടി റബ്ബറിന്റെ അടിക്കാട് വെട്ടുന്നത് നിർത്തി അതൊക്കെ ധാരാളം മതി പന്നിക്കൂട്ടങ്ങൾക്ക് ജീവിക്കാൻ. ധാരാളം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എണ്ണ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കാട് ഇല്ലാത്ത ജില്ലയായ ആലപ്പുഴയിൽ വരെ കാട്ടുപന്നി എത്തിക്കഴിഞ്ഞു. ഇത് കാട്ടുപന്നിയുടെ പ്രത്യേകത കൊണ്ടല്ല, നമ്മള് നമ്മുടെ നാടിനെ മാനേജ് ചെയ്യുന്നതിനകത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ്. മറ്റേതൊരു ജീവി എടുത്തു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ടാവുക, വെള്ളം കിട്ടാൻ പറ്റുക, ഭക്ഷണം കിട്ടാൻ പറ്റുക, ആ തരത്തിൽ കാടിന്റെ ആരോഗ്യം പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് മറികടക്കാൻ പറ്റുള്ളൂ. അവർക്ക് വലിയ സ്പേസ് ആവശ്യമുള്ള ജീവജാലങ്ങൾക്ക് ആ സ്പേസ് ഓക്കുപൈ ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ കാടുകൾ തമ്മിലുള്ള കൊറിഡോറുകൾ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റേണ്ട ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ തോതിൽ കാലാവസ്ഥയിൽ മാറ്റം വരുന്ന സമയത്ത്, വെള്ളം ഇല്ലാതെ വരുന്ന സമയത്ത് അവർക്ക് ജലലഭ്യത ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. അവരിൽ സ്വഭാവത്തിൽ വന്ന മാറ്റത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാല്, പണ്ടൊക്കെ നമ്മൾ പറയാ ആനകളുടെ കാര്യത്തില് കൊമ്പൻ ആനകള് ഒരു 12-13 വയസ്സായാലും അവർ കൂട്ടം വിട്ടു പോവുകയും ഒറ്റയാനായിട്ടാണ് അവർ ജീവിക്കുക. അവർ ശേഷം എണ്ണച്ചേരേണ്ട സമയത്ത് മാത്രമാണ് അവര് കൂട്ടങ്ങളുടെ അടുത്ത് എത്തുണ്ടാവുക. ആ കാലം കഴിഞ്ഞു. ഇപ്പം ഭാരതപ്പുഴയിൽ ഒരിക്കൽ 3 കൊമ്പനാനകളാണ് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഭാരതപ്പുഴയിലൂടെ സഞ്ചരിച്ചത്.
വളരെ കഷ്ടപ്പെട്ട് നാട്ടുകാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ചേർന്ന് അതിനെ തിരിച്ച് കാട് കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോ 5 കൊമ്പനാനുള്ള ഒരു ഗ്രൂപ്പാണ് പുറത്തേക്ക് വന്നു. അപ്പൊ അവരെ ബിഹേവിയറിൽ മാറ്റം വന്നു കഴിഞ്ഞു. ഓൾ മെയിൽ ഗ്രൂപ്പ്സ് ഉണ്ടാവാൻ തുടങ്ങി, കൂടുതൽ റിസ്ക് എടുക്കാൻ തുടങ്ങി. അവർക്ക് കുറച്ചും കൂടി ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കാടിന് പുറത്ത് കിട്ടും. അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി റിസ്ക് എടുക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള സട്ടിലായിട്ടുള്ള ചേഞ്ചസ് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ടല്ലാതെ ഈ എളുപ്പവഴി ക്രിയ ചെയ്യാന്നുള്ളത് പോലെ കാട്ടിലെ മൃഗങ്ങൾ എല്ലാവരും കാട്ടിൽ തന്നെ ജീവിച്ചോളൂ, ഒരാൾ പുറത്തേക്ക് ഇറങ്ങരുത്, ഞങ്ങൾ അങ്ങോട്ടെങ്കിൽ അങ്ങോട്ട് കയറി വരും എന്നുള്ള ഒരു നിലപാടിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ നിയമ ഭേദഗതി വന്നാൽ അതിപ്പോൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ സർക്കാർ ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതെന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന നിയമ ഭേദഗതി ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വർദ്ധിപ്പിക്കാനാണ് ഇടയാക്കുക എന്നൊരു വാദമുണ്ട്. അതിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുമായിട്ട് നേരിട്ടൊരു ബെയറിംഗ് ഉണ്ടാവുന്ന ഒരു ഭേദഗതിയും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. ഞാൻ വായിച്ചിട്ട് അങ്ങനെ എനിക്കത് മനസ്സിലായിട്ടില്ല, നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇതിൽ ഈ എക്കോളജിക്കലി ഫ്രജൈൽ ഏരിയ അതിൻ്റെ മാനേജ്മെൻറ്റിൽ ചില മാറ്റങ്ങൾ ഈ നിയമ ഭേദഗതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഈ ഉദ്യോഗസ്ഥർക്ക്, ഉയർന്ന ഉദ്യോഗസ്ഥരാണ്, അവർക്ക് കുറച്ചുകൂടെ അധികാരം അതിൽ നൽകുന്നുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റിന്, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊക്കെ. അവിടെയും ചില ആശങ്കകളുണ്ട്. അതായത് ഈ മലയോരത്തോട് ചേർന്ന് കിടക്കുന്ന പല പ്രദേശങ്ങളും എക്കോളജിക്കലി ഫ്രജൈലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ളൊരു സാധ്യതയുണ്ട്. അത് കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട്. ഇല്ല, ആ തരത്തിൽ ഞാൻ അതിന്റെ അമെന്റ്മെന്റ് വായിച്ചു. അമെന്റ്മെന്റിന് ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു നിർദ്ദേശം ഇല്ല. പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ തരത്തിലുള്ള വലിയ ക്യാമ്പയിനുകൾ നടക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് വസ്തുത ഉണ്ടാവും, പിന്നെ അവാസ്തവമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിനോടൊപ്പം കൂട്ടിച്ചേർത്തിട്ടാണ് പ്രചരിപ്പിക്കുക. അപ്പോൾ ഒരു വലിയ ഒരു ലാൻഡ്സ്കേപ്പിൽ ജീവിക്കുന്ന മനുഷ്യരെ പേടിപ്പിക്കുക, അവരെ വനംവകുപ്പിനെതിരെ തിരിച്ചുവിടുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് ഒരു ഇത്തിരി സത്യവും ധാരാളം നുണകളും ചേർന്നിട്ടുള്ള ക്യാമ്പയിനുകളാണ് നടക്കുന്നത്. അതിനോട് കൃത്യമായിട്ടുള്ള ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയ്ക്കും മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും നമ്മൾ ചെയ്യേണ്ടത്. റൈറ്റ്. ഞാൻ ഒറ്റ കാര്യോട് ചോദിച്ചിട്ട്, ഇപ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്ന കാലത്താണ്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് വന്ന സമയത്തും ഉണ്ടായിരുന്നു. ഇതേ ഇപ്പോൾ പറഞ്ഞതുപോലെ കുറച്ച് വസ്തുതകളും ബാക്കി ഊതിയുറപ്പിച്ച കുറേ പ്രചരണങ്ങളുമായിട്ട് വലിയ പ്രചണ്ഡമായ പ്രചരണം നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെ ആളുകളൊക്കെ കുടിയൊഴിയേണ്ടി വരും, ഇത് മുഴുവൻ കാടായിട്ട് മാറും എന്നങ്ങനെയുള്ള ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല, ഒരു വീട് പോലും പണിയാൻ പറ്റില്ല എന്നൊക്കെയുള്ള മറ്റുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. ഇതിന് നേതൃത്വം നൽകിയത് ക്രിസ്തീയ സഭാ നേതാക്കളുണ്ടായിരുന്നു, മറ്റിതര സമുദായത്തിലെ ഈഴവ സമുദായത്തിലെ നേതാക്കളുണ്ടായിരുന്നു. അങ്ങനെ പല വിഭാഗത്തിലുള്ള നേതാക്കൾ അതിന് നേതൃത്വം നൽകുന്ന കാഴ്ചയുണ്ട്. പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്നുണ്ട്. ഏതാണ്ട് സമാനമായ സ്വഭാവം ഇവിടെയും നമ്മൾ കാണുന്നുണ്ട്. ഈ വ്യാജങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കുക, അത് ഈ എന്താ പറയുക, ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗം, അതിനുവേണ്ടി ഇതിനെ ഉപയോഗിക്കുക, അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള രസകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താൽ ഏറ്റവും അധികം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. രാവിലെ കേരളത്തിലെ ഒരു 2-3 പത്രങ്ങള് അല്ലെ വലിയൊരു വാർത്ത വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അത്രമാത്രം ഒരു ലിറ്ററസിയുടെ ഒരു പെനിട്രേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ്. പക്ഷേ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ലിറ്ററസി ബാക്ക് ഫയർ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബാക്ക് ഫയർ ചെയ്യുന്ന ഒരു കാര്യമായിട്ട് മാറി. നിങ്ങൾക്ക് ഏത് നുണയും ഇതേപോലെ പ്രചരിപ്പിക്കാം. പണ്ട് പറയുന്ന പോലെ സത്യം 2 ചുവട് വെക്കുമ്പോഴേക്കും നുണ ലോകം മൊത്തം കറങ്ങി തിരിച്ചെത്തിയിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെ നുണ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണ് കേരളം. ഇപ്പൊ കൺസ്യൂമർ മേഖലയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റും വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് കേരളം മാറി. നിങ്ങൾക്ക് ഒരു വ്യാജ വാർത്ത കേരളത്തില് വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ അത് പറ്റില്ല. നിങ്ങൾ ബീഹാർ പോയാൽ അവിടെ അത്ര പോലും പറ്റില്ല. കാരണം ഇത് മനുഷ്യത് വായിക്കണ്ടേ ആദ്യം. അത് വായിക്കാൻ പറ്റുന്നവര് ഒരു 10-20-25% മാത്രമേ ആളുകളുള്ളൂ. പക്ഷെ വളരെ ഫാസ്റ്റ് ആയിട്ട് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിക്കപ്പെടാൻ പറ്റുന്ന ഒരു സമൂഹമായിട്ടും മലയാളി സമൂഹം മാറുന്നുണ്ട്. ഒരു പക്ഷെ എന്ത് വ്യാജ സാധനങ്ങൾ വിൽക്കണമെന്നുണ്ടെങ്കിലും അതിനകത്ത് മലയാളികൾ പെട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രമാത്രം സാക്ഷരത ഉണ്ടെങ്കിൽ പോലും അതിനെ ഒരു തിരിച്ചറിവായിട്ട്, അതിനൊരു ബോധതലത്തിന്റെ ഒരു ഉന്നമനായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പലപ്പോഴും മലയാളിക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഏത് സ്കാം വന്നു കഴിഞ്ഞാലും മലയാളിക്ക്
പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പറ്റിക്കപ്പെടാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സമൂഹമായിട്ട് മലയാളി മാറുന്നുണ്ട്. അതിനെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ തരത്തിലുള്ള വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്നതും. അതിന്റെ ഏറ്റവും വലിയ ഒരു ഒരു ഭീഷണി നേരിടേണ്ടി വരുന്നത് വനംവകുപ്പും അതിന്റെ ജീവനക്കാരുമാണ്. അവര് ചെയ്യുന്ന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ജോലിയുണ്ട്. അതേ സംസ്ഥാനത്തെ സാധാരണ മനുഷ്യരടക്കം ജീവിക്കുന്ന മുഴുവൻ ആളുകളടക്കം ഉള്ള ആളുകളുടെ ആരോഗ്യത്തെയാണ് അവർ ഡയറക്റ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യുന്നത്. ഡൽഹിയിലൊക്കെ ഒരു അവസ്ഥ നമുക്ക് അറിയാലോ. നിങ്ങൾ ഡൽഹിയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കുറച്ചേ ജീവിക്കുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. അതിന് വ്യത്യസ്തമായിട്ട് കേരളത്തിന്റെ ആവാസ വ്യവസ്ഥയെ വലിയ പരിക്കുകളില്ലാതെ നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഈ പറയുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ആ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. റൈറ്റ്. എന്തായാലും വന നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള തുടർ ചർച്ചകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അന്ന് വന്ന സമയത്ത് അതിനെതിരായുള്ള പ്രചരണത്തിന് നേതൃത്വം നൽകിയ ആളുകളെ നമ്മൾ ഇവിടെയും കാണുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രചരണത്തിൻ്റെ വേഗവും ഊർജവും വളരെ കൂടുതലായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം ഇപ്പോൾ PV അൻവർ MLA കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു, ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, എന്ത് പുണ്യമാണ് ആവാസ വ്യവസ്ഥ എന്നുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു കേട്ടോ. ആ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ തോതിൽ വീണ്ടും ഉയർന്നു വരാൻ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും എന്താണ് വനനിയമ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്ന, ആ ബില്ലിൻ്റെ ഉള്ളടക്കം എന്താണ്, അതിനെക്കുറിച്ച് വരുന്ന ആശങ്കകൾക്ക് എന്തെങ്കിലും മറുപടികളുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ TV സജീവൻ ഞങ്ങളോട് സഹകരിച്ചതിൻ്റെ. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.